ഇന്ത്യ മുന്നണി അവിടെ നല്ലോണുണ്ട്, പക്ഷേ ഇടതില്ല. ഇന്ത്യ മുന്നണിയുടെ ഈ ജയം ഇന്ത്യയെ രക്ഷിച്ചു. NDAന്റെ യോഗങ്ങൾ, അവിടുത്തെ ബോഡി ലാംഗ്വേജും രംഗങ്ങളും ഒക്കെ നമ്മൾ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തോറ്റമാരി തോന്നും. പെറ്റീഷൻ കൊണ്ടുപോകുന്ന ഓരോരുത്തരും ഭയപ്പെട്ടിരുന്നു, ഇതെവിടുക്കാ പോക്ക്, ഇനി അത് നടക്കുമോ? ഇനി അത് നടക്കൂല, അനങ്ങൂല, BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഇടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല. അത് അറമ്പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ, അതായത് ഇന്ത്യ മുന്നണി അവിടെ നല്ലോണുണ്ട്, പക്ഷേ ഇടതില്ല. പരസ്യത്തിലെ അടുത്ത വാചകം അത് പൊന്നാനിക്കൊക്കെ ഉദ്ദേശിച്ച് അഡ്വർടൈസ് ചെയ്തതാണ്. അതിലുണ്ടായിരുന്നത് ഇടതില്ല എങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരായി മാറുന്നതാണ്. ഇടതില്ല, പക്ഷേ കോൺഗ്രസ് 100 തേച്ചപ്പോൾ ആർക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയോ പിന്നോക്കക്കാരെ ആരും ഇനി 2ാം ക്ലാസ് ആക്കാൻ പറ്റൂല എന്ന് ഉറപ്പുവരുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സർ, ഞാനത് പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു തമാശയായിട്ടോ പറയുന്നതല്ല. ഞാനെത്തവണ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് പോയിരുന്നു. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ എന്താ പറയുക, ആ മൂഡ് കണ്ടാൽ കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത്, അല്ലാതെ BJP അല്ല, കോൺഗ്രസ് ആണ് ഇവിടെ ജയിച്ച് വന്നിരിക്കുന്നത് എന്ന് തോന്നും. നമ്മൾ TV യിലൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പുറത്ത് NDAന്റെ യോഗങ്ങൾ, അവിടുത്തെ ബോഡി ലാംഗ്വേജും രംഗങ്ങളും ഒക്കെ നമ്മൾ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തോറ്റമാരി തോന്നും. ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ വലിയ ട്രംപിൻ്റെ ആയിട്ടുള്ള ഒരു മൂഡായിരുന്നു എല്ലാവരും. ഞാനത് നോക്കിയിരുന്ന് ആസ്വദിച്ചു. ഒരു കാര്യം സംഭവിക്കണം കേട്ടോ, അവിടുത്തെ മുഖ്യ കാർമ്മികത്വം ബഹുമാനായ ശ്രീ യെച്ചൂരിക്കും ശ്രീ രാജക്കും ഒക്കെ തന്നെയാണ്. അവർ വളരെ ഹാപ്പിയാണ്. രാഹുൽ ഗാന്ധി വളരെ വിശാല മനസ്കതയോടുകൂടി എല്ലാ കാര്യത്തിലും, ഈവൻ പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവരൊക്കെയാണ് ഏൽപ്പിച്ച് കണ്ടത്. ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരായി വല്ലതും പറഞ്ഞു എന്നോ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചു എന്നോ ഒരു കാര്യങ്ങളും സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ വിശാല മനസ്കതയോടുകൂടി ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇന്ത്യ മുന്നണിയുടെ ഈ ജയം ഇന്ത്യയെ രക്ഷിച്ചു. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാരതം തന്നെയാണ്, ഇന്ത്യ രാജ്യം. എന്തായിരുന്നു നമ്മുടെ സ്ഥിതി? അതൊന്നും ഇനി നടക്കൂല. ആ പേടിയൊന്നും ഇനി ആർക്കും വേണ്ട. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല, 100 തികച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ രക്ഷപ്പെട്ടു, മഹാഭാരതം രക്ഷപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ BJP വെച്ചിരുന്ന ഭീഷണികളുണ്ടല്ലോ, ജുഡീഷ്യറി അപകടത്തിലായിരുന്നു. ജുഡീഷ്യറി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യറി നിഷ്പക്ഷത ഉണ്ടോ ഇല്ലേ എന്ന് പെറ്റീഷൻ കൊണ്ടുപോകുന്ന ഓരോരുത്തരും ഭയപ്പെട്ടിരുന്നു, ഇതെവിടുക്കാ പോക്ക്, ഇനി അത് നടക്കുമോ? ഇനി അത് നടക്കൂല, അനങ്ങൂല, BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ പൗരത്വം CA ഉള്ളൂ. അടുത്തത് NRC ആയിരുന്നു. NRC കാണിച്ചാണ് എല്ലാവരും പേടിപ്പിച്ചത്. NRC ഇനി നടക്കുമോ? തൊടാൻ പറ്റൂല, പ്രതിപക്ഷം അത്ര ശക്തമാണ്. നമ്മളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ ഈ 100 സീറ്റ് വിജയം ചെറുതായി കാണണ്ട. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെങ്കിലേ നമുക്കൊക്കെ രക്ഷയുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ഇനി ആ NRC നടക്കൂല. ഏക സിവിൽ കോഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. വല്ലതും നടക്കുമോ? ഒന്നും ഇനി ഈ പറഞ്ഞ NDAക്കോ BJPക്കോ ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഭരണം കിട്ടിയില്ലെങ്കിലും തരക്കില്ല, ഭരിക്കുന്ന കക്ഷിയേക്കാൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയാണ്. അപ്പം അതിൻ്റെ ഒരു ദൂരവ്യാപകമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സർ, കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തി. ഇപ്പം ഞങ്ങളുടെ കാര്യം പറയാം, പൊന്നാനി പരീക്ഷണങ്ങൾ ഇനി ദുന്യാവിൽ ഈ ഭൂമിയിൽ വല്ലതും ബാക്കിയുണ്ടോ? ഓരോ തെരഞ്ഞെടുപ്പ് വന്ന ഓരോ പരീക്ഷണം.
ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയണ്ടല്ലോ ആരൊക്കെയാണ് സ്റ്റേജിൽ ഞാൻ പേര് പറയാൻ മടിക്കുകയാണ് അണിനിരന്നത് എന്നുള്ളത്. ആ പരീക്ഷണത്തെ ഞങ്ങൾ നേരിട്ടതാണ്. അല്പം വോട്ട് കൂടി ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ജയിച്ചു. അതുപോലെ തന്നെ ഇത്തവണ ഒരു ദിവസം പോലും നിങ്ങളെ സ്റ്റേജിൽ ഒന്ന് കയറിയിട്ടില്ലാത്ത, ആ വഴിക്കൊന്നും കണ്ടിട്ടില്ലാത്ത ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ കൊണ്ട് ഈ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ചു. 1,02,500 കിട്ടും. 1,02,500,000 വോട്ട്. പല പ്രതീക്ഷകളും പല പരീക്ഷണങ്ങളാണ്. കഴിഞ്ഞ പൊന്നാനി പരീക്ഷണത്തിൽ വേറെ ചിലതായിരുന്നു. ഈ പ്രാവശ്യത്തെ പൊന്നാനി പരീക്ഷണത്തിൽ ഞങ്ങളെ ഡിവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഇതുണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ പറ്റുമോ എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു അസംബ്ലിയിലേക്കോ ഒന്നും പോലും ഇല്ലാത്ത ഞങ്ങൾ പുറത്താക്കിയെന്ന ഏക മഹത്വമുള്ള ഒരാളെ പാർലമെൻറ്റിലേക്ക് സീറ്റും കൊടുത്ത് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് 2,50,000 തോറ്റു. അപ്പോൾ കേരളത്തിൽ പൊളിറ്റിക്സിലും ഞങ്ങളിപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മതേതരത്വം ടെസ്റ്റ് ചെയ്ത ഒരു സമയമാണ്. വടകരയിലാവട്ടെ, കാസർഗോട്ടാവട്ടെ, വേറെ എവിടെ ആവട്ടെ, തിരുവനന്തപുരത്താവട്ടെ, എവിടെയായാലും ജാതി മതവും ഔപജാതി ഒന്നും നോക്കാതെ വോട്ട് ചെയ്ത് ആരാണോ പൊളിറ്റിക്കലായിട്ട് ജയിപ്പിക്കുന്നത് അയാളെ ജയിപ്പിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് തെളിയിക്കും. ബഹുമാന ആന്റണി തിരുവങ്ങാടി മത്സരിപ്പിച്ചപ്പോൾ ഞങ്ങൾ അഭിമാനപൂർവ്വം എല്ലായിടത്തും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരൊറ്റ വോട്ട് അവിടെ ഇല്ല അന്ന്. പക്ഷേ യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തെ വലിയ അഭിമാനം അതുകൊണ്ട് തന്നെ ഉണ്ട്. പിന്നെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായി നടത്തിയ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുദ്രാവാക്യം ലീഗ് ഇല്ലാത്ത പാർലമെൻറ്റ് എന്നായി. ഇപ്പോൾ സത്യത്തിൽ കേരളത്തിൽ നിന്ന് CPM-നേക്കാൾ CPI ഇല്ല, CPM-നേക്കാൾ ഉള്ളത് ഞങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം